പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് പ്രോജക്റ്റുകളാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. ഒരു വീട് വരുന്നത് 4.5 സെന്റ് ഭൂമി 1810 സ്ക്വയർ ഫീറ്റ് 4BHK. രണ്ടാമത്തെ വീട് വരുന്നത് 4 സെന്റ് ഭൂമി 4 ബെഡ്റൂം 1790 സ്ക്വയർ ഫീറ്റ് 4BHK ആണ്. ഇത് രണ്ടിനും വ്യത്യാസമുള്ളത് സ്ക്വയർ ഫീറ്റും ലാൻഡും ആണ്. അപ്പോൾ വലിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഏരിയനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലും കൂടിയാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളത്തേക്കും മൂവാറ്റുപുഴയ്ക്കും ഒരേ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളുണ്ട്. മാത്രമല്ല എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിലേക്കും നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ മനോഹരമായുള്ളൊരു വീടിന്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ എലിവേഷൻ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ പോർച്ചിനകത്താണ്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് ഇതിനകത്ത് വന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ രണ്ട് പ്രോപ്പർട്ടി വന്നുള്ളത്. നല്ല കിണർ വരുന്നുണ്ട്. കിണർ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. അതായത് സിറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രാനൈറ്റ് തീർത്ത സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് ഡോറ് വന്നുള്ളത്. അതായത് വീടിന്റെ ഫേസ് വരുന്നത് കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. ഇപ്പൊ നമ്മൾ വീടിനകത്തേക്ക് വന്നു. നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ്. ഇതിന്റെ നീളം തന്നെ ഒരു 16 അടിയോളം നീളം വന്നിട്ടുണ്ട്. 10 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. മേലെ ഒരു വുഡിന്റെ ടെക്സ്ചറുള്ള പെയിന്റും കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ജനലുകളെല്ലാം പൂർണ്ണമായിട്ട് പാനൽ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. DB യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഇതൊന്നും നോക്കേണ്ടതുണ്ട്. 3 ഫേസ് ലൈനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ടിലായിട്ടാണ് ഭംഗിയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരു വുഡിന്റെ ടെക്സ്ചറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പെയിന്റിന്റെ ഒരു ഡിസൈനിൽ മാറ്റം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 2 ബോക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ഭംഗിയുള്ള ക്യൂരിയോസ് ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അതിനകത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. കയറുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഡൈനിങ് സ്പേസ്. അത് നല്ല സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 ചെയറിന്റെ 8 ചെയറിന്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും ജനൽ വന്നിട്ടുണ്ട്, പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു കിളിവാതിൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും ഗ്രാനൈറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാഷ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതും വലിപ്പമുള്ളൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിന്റെ മേലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. PVC ഒരു വുഡിന്റെ ടെക്സ്ചറുള്ള പാനൽ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്താണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസിലേക്ക് വരാം. അതായത് ചെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വെക്കാവുന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു L ഷേപ്പിൽ ഇവിടെ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാർപ്പറ്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ വെച്ചാലും സ്പേസ് പോകില്ല. ഇനി ചെറിയ ഫ്രിഡ്ജ് ആണെങ്കിൽ ആ സ്പേസിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അവിടെയും നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. പവർ പോയിന്റുകളെല്ലാം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓവനും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മേലെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ്സ് വരുന്നത് ഇതിന്റെ
വർക്ക് ഏരിയ ആണ്. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആണ് വർക്ക് ഏരിയ. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം നമ്മുടെ ഈ യൂട്ടിലിറ്റി ഏരിയയിൽ കിട്ടുകയും ചെയ്യും. ഈ ഭാഗത്ത് നമ്മുടെ പോർച്ചിലൊക്കെ വിരിക്കുന്ന ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അലക്കി വിരിച്ചിടാനുള്ള സ്പേസ് ആയിട്ടൊക്കെ മാറ്റിയിടാം. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലൊക്കെ ഒട്ടിക്കുന്ന അതേ ടൈൽ തന്നെയാണ് വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. 4x2 മാറ്റ് ഡിസൈനിലെ ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റും വിരിച്ചിട്ടുണ്ട്. നല്ലൊരു സിങ്കും ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈല് വിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിരിക്കുകയാണ്. ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനായിട്ടുള്ള പോർഷനാണ് ആ കാണുന്നത്. 2 സിലിണ്ടർ വെക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട് സൈഡാണ് ഗ്യാസ് വെക്കുന്നത്. ഇവിടെ ആയിട്ടൊരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വാഷ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് പോവാണ്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. 13 അടി നീളവും 12 അടി വീതിയുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് നോർത്ത് സൈഡാണ്, 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറിന് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കളറും കൊടുത്തിട്ടുണ്ട്. രണ്ടും വുഡിൻ്റെ ടെക്സ്റ്റ് ആണെങ്കിൽ വേറൊരു കളർ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെയാണ്. ഫ്ലഷ് വാൽവ് വന്നിരിക്കുന്നത് ജാഗോർ എന്നൊരു കമ്പനിയുടെയാണ്. ഇത് സാധാരണ കണ്ടുവരുന്നതിൽ നിന്നും ടാങ്കിന് പകരം ഫ്ലഷ് വാൽവ് ആയിട്ടുണ്ട്. മറ്റേത് വെള്ളം നിറയാനുള്ള താമസം ഉണ്ടാവും. ഇതൊന്ന് പുഷ് ചെയ്താൽ വീണ്ടും നമുക്ക് അതേ അളവിൽ വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് ജാഗോർ എന്നൊരു കമ്പനിയുടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസും വന്നിരിക്കുന്നതും സെറ തന്നെയാണ്. ഇവിടെയായിട്ട് ഒരു മിറർ വന്നിട്ടുണ്ട്. ലൈറ്റും വന്നിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമാണുള്ളത്. എല്ലാ ബെഡ്റൂമിന്റെ ഡോറ് സ്കിൻ ഡോറുകളൊന്നുമല്ല, എല്ലാം മരത്തിൽ തീർത്ത ഡോറ് തന്നെയാണ്. ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് 10x11 ആണ്. 11 അടി നീളവും 10 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡ് ഇതിനും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിന്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഫിറ്റിംഗ്സിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ജാഗോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഫ്ലഷ് വാൽവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈല് വന്നിരിക്കുന്ന ഒരു മാറ്റ് ടൈലാണ്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് വിൻഡോസ് ആണ്. അപ്പം പോർച്ചിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ലൈറ്റ് നമ്മുടെ അകത്തേക്ക് കടന്നു വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് വരുന്നത് ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്ത ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മേലെ ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ കാണുന്നത് ഡൈനിങ് ഏരിയയുടെ മേലെ കാണുന്ന ആ ഡബിൾ ഹൈറ്റഡ് ആയ ഏരിയ ആണ് ഈ കാണുന്നത്. അതും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ടും പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. താഴെ കണ്ട അതേ ബെഡ്റൂമിന്റെ അളവ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. 13 അടിയോളം നീളം വന്നിട്ടുണ്ട്. 12 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണർ ആയിട്ട് വരും. പിന്നെ ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഇവിടെയും കമ്പ്യൂട്ടർ ടേബിളും മറ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിന്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഫിറ്റിംഗ്സ് ചെറിയ മാറ്റം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂം. താഴെ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇതിന് നല്ല നീളവും വീതിയുണ്ട്. ഇതിന്റെ നീളം തന്നെ 14 അടിയോളം നീളം വരുന്നുണ്ട്. 10 അടിയോളം വീതി വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണെങ്കിലും ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം.
നല്ല സ്പേഷ്യസ് ആയുള്ള യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ് യൂട്ടിലിറ്റി ഏരിയ. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വാട്ടർ ലൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അലക്കി വിരിച്ചിട്ട് ഇവിടെ തന്നെ ഉണക്കാവുന്ന സ്പേസ് നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ധാരാളം സ്പേസ് ഉണ്ട്. ടൈല് വന്നിരിക്കുന്നതൊക്കെ മാറ്റ് ടൈലാണ്, ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈല് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. ഒരു അയൺ ടേബിളും മറ്റൊക്കെ നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഫുള്ള് മെഷ് വെച്ച് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസും ഇവിടെ തന്നെയാണോ എന്നുള്ളത്, അതും കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. മേലെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. ഒരു 4 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസും വരുന്നുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ്റ്റ് വർക്കുകളും 2-വേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വീട് വരുന്നത് 4.5 സെന്റ് ഭൂമി, 1810 സ്ക്വയർ ഫീറ്റ്, 4+ യൂട്ടിലിറ്റി ആണ്. ഇതിന് ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ വീടിന്റെ വില 70 ലക്ഷം രൂപയാണ്. 4 സെന്റ് ഭൂമി, 1790 സ്ക്വയർ ഫീറ്റ്, അതും 4 BHK തന്നെയാണ്. ഇങ്ങനെ 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്ന രീതിയിൽ ഈ വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. മാത്രമല്ല ഇതിന് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീട് എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കണ്ട വീടിന് 73 ലക്ഷം രൂപ ചോദിക്കുന്നതാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളും ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.